നമസ്കാരം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ അല്ലേ? പക്ഷെ ചിലപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോ ഒരു പ്രഭാഷണത്തിൽ പറയുന്ന പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലേ, എന്താ എന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടാത്തേന്ന്? അപ്പൊ എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകുന്നതെന്ന് ഈ പ്രഭാഷണത്തിലെ ആശയങ്ങൾ വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോ എന്തൊക്കെയാണ് ഈ തടസ്സങ്ങൾ? നമുക്ക് നോക്കാം. ഇതിലൊരു രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 2 തടസ്സങ്ങളും പുറത്തുള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതായത് നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും. അപ്പോ ഈ പ്രഭാഷണമനുസരിച്ച് ഒന്നാമത്തെ തടസ്സം അത് നമ്മുടെ മനസ്സിലെ തെറ്റായ ചിന്തകളാണ്. അതായത് മറ്റൊരാളോട് വെറുപ്പോ പകയോ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ദൈവവുമായുള്ള നമ്മുടെ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്യമാണിത്. നോക്കൂ, ദാവീദിനെപ്പോലെ ശക്തനായ ഒരാൾ പോലും വിശ്വസിച്ചിരുന്നത് തന്റെ ഹൃദയത്തിലെ തെറ്റായ ചിന്തകൾക്ക് പ്രാർത്ഥന കേൾക്കുന്നതിൽ നിന്ന് ദൈവത്തെ തടയാൻ കഴിയുമെന്നാണ്. നമ്മുടെ ചിന്തകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ തടസ്സത്തിലേക്ക് വരാം, നമ്മുടെ ആഗ്രഹങ്ങൾ തെറ്റാകുമ്പോൾ. ഇതിനെപ്പറ്റി പ്രഭാഷകൻ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു പകരം നമ്മുടെ സ്വാർത്ഥമായ സന്തോഷങ്ങൾക്കോ ആഡംബരങ്ങൾക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു തടസ്സമാകുമെന്നാണ്. ഈ തെറ്റായ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതിന് ഒരു കിടിലൻ ഉദാഹരണമുണ്ട്, മഞ്ഞയുടെ കഥ. ദൈവം അന്നന്നത്തേക്കുള്ള ആഹാരം നൽകിയപ്പോ ചിലർ അത്യാഗ്രഹം മൂലം കൂടുതൽ ശേഖരിച്ചു വെച്ചു. പക്ഷെ എന്താ സംഭവിച്ചേ? പിറ്റേ ദിവസം അത് പുഴുവരിച്ചു പോയി. അതായത് അന്നന്നത്തെ ആവശ്യത്തിനപ്പുറം വാരിക്കൂട്ടാനുള്ള നമ്മുടെ ആഗ്രഹം ദൈവം അംഗീകരിക്കുന്നില്ല എന്നൊരു സന്ദേശമാണ് ഈ കഥയിലൂടെ നൽകുന്നത്. ഇനിയുള്ളത് സംശയമാണ്, നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ വില്ലൻ. പ്രാർത്ഥനയുടെ അടിത്തറ വിശ്വാസമാണെങ്കിൽ സംശയം ആ അടിത്തറ ഇളക്കുന്ന ഒന്നാന്തരം ഒരു തിരമാല പോലെയാണെന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. കാറ്റിൽപ്പെട്ട് ഇളകിമറിയുന്ന ഒരു മനസ്സുമായി പ്രാർത്ഥിച്ചാൽ അത് ഫലം കാണില്ലെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത തടസ്സം, മൂന്നാമത്തേത്, നമ്മൾ എന്താണ് ചോദിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യമാണ്. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് ചോദിക്കുന്നതെന്നറിയാതെ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമായിട്ടാണ് ഈ സംഭവം പ്രഭാഷണത്തിൽ പറയുന്നത്. തന്റെ മക്കൾക്ക് അധികാരസ്ഥാനങ്ങൾ ചോദിച്ച അമ്മയോട് യേശു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതെന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന്. പ്രാർത്ഥനയിൽ നമുക്ക് വിവേകം വേണമെന്നതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണിത്. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് വ്യർത്ഥമായ പ്രാർത്ഥനകൾ എന്ന ആശയം. അതായത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വെറുതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ പ്രാർത്ഥനയായി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് ഈ പ്രഭാഷണത്തിലെ കാഴ്ചപ്പാട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാപവുമായി ബന്ധപ്പെട്ട 2 തടസ്സങ്ങളാണ്. ഈ പ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് ആ പ്രഭാഷകന്റെ കാഴ്ചപ്പാടാണെന്ന് ഓർക്കുമല്ലോ. അപ്പോ 4ാമത്തെ തടസ്സം എന്താണെന്ന് വെച്ചാൽ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നതാണ്. ഇവിടെ പാപി എന്നതുകൊണ്ട് ആരാണുദ്ദേശിക്കുന്നത് എന്നും പ്രഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി 5ാമത്തെ തടസ്സം. ഇത് വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഒന്നാണ്. അതായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളുണ്ടെങ്കിൽ അതും പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ തടസ്സമായി മാറുമെന്നാണ് ഈ പഠിപ്പിക്കൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാല്, യെശയ്യാവിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഈ പ്രഭാഷണത്തിൽ പറയുന്നതിതാണ്, വിശ്വാസികളുടെ ജീവിതത്തിലെ പാപം ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു മതിലു പോലെയാണ്. ആ മതിലുള്ളതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ പോകുന്നു. അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവനും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ? ഇനി പ്രാർത്ഥനയെ ബാധിക്കാൻ സാധ്യതയുള്ള 2 പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1 ടൈമിംഗ്, 2 കൂട്ടായ്മ. ദൈവികമായ ആ ടൈമിങ്ങിന് കാത്തുനിൽക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ് 6ാമത്തെ തടസ്സത്തിൽ പറയുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ടാണ് ശൗൽ രാജാവിന്റെ കഥ പറയുന്നത്. ശമൂവേൽ പറഞ്ഞ സമയം വരെ കാത്തുനിൽക്കാനുള്ള ക്ഷമ ശൗലിന് ഇല്ലാതെ പോയി. ആ അക്ഷമ കാരണം അദ്ദേഹത്തിന് തന്റെ രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവസാനത്തെ തടസ്സത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ ഈയൊരു വാക്യം നമ്മളെ ശരിക്കും സഹായിക്കും. ഇവിടെ വസിക്കുക അഥവാ ചേർന്നിരിക്കുക എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോ എന്താണിതിലൂടെ പറയുന്നത്? ഈ പ്രഭാഷണം അനുസരിച്ച്
ക്രിസ്തുവുമായും മറ്റു വിശ്വാസികളുമായുമുള്ള ഒരു ബന്ധം നിലനിർത്താതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കും. ഒരു ശാഖയ്ക്ക് മുന്തിരിവള്ളിയുമായി ചേർന്നിരുന്നാലേ ഫലം പുറപ്പെടുവിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് പോലെ ഈ ബന്ധം വളരെ അത്യാവശ്യമാണ് എന്നാണ് ആശയം. അപ്പോ നമ്മൾ ഈ 7 തടസ്സങ്ങളെക്കുറിച്ചും കേട്ടു. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു കാതൽ? അപ്പം നമുക്കൊന്ന് ചുരുക്കി പറയാം. ഈ പ്രഭാഷണത്തിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ശുദ്ധമായ ഒരു ഹൃദയം, ശരിയായ ഉദ്ദേശ്യങ്ങൾ, സംശയമില്ലാത്ത വിശ്വാസം, വിവേകത്തോടെയുള്ള അഭ്യർത്ഥനകൾ, ദൈവവുമായ ശരിയായ ഒരു ബന്ധം, ക്ഷമ, പിന്നെ കൂട്ടായ്മ. ഇതെല്ലാമാണ് ആ പ്രധാന ഘടകങ്ങൾ. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ ഇതെങ്ങനെയെങ്കിലും സ്വാധീനിച്ചോ? ഇതൊന്ന് ആലോചിച്ചു നോക്കാനുള്ളൊരു ചോദ്യമായിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.